ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ സംഭവം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ നിർമ്മാണങ്ങൾ ഇന്ത്യ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ഇതാണ് വാർത്ത എന്ന് പറയുന്നത്. അവരുടെ നിർമ്മാണം, ഒരു ഹൈക്കമ്മീഷണറുടെ നിർമ്മാണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തൊട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിനെ നമ്മൾ ആക്രമിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥത്തിൽ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്തുള്ള സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ എടുത്ത് നീക്കം ചെയ്തു. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യൻ എംബസി ഇസ്ലാമാബാദിലേക്കുള്ള ഈ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കം ചെയ്തപ്പോൾ അതിന് 3 ദിവസത്തിന് ശേഷം ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ വിസ വിഭാഗത്തിന് പുറത്തുള്ള കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും ഇന്ത്യ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി. ഇന്ത്യ പറയുന്ന വാദം എന്ന് പറയുന്നത് ഇത് അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. നയതന്ത്ര വൃത്തങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യയുടെ ലൈക്ക് ഫോർ ലൈക്ക് പ്രതികാരമാണ് ഈ നടപടി എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകും എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് പല ആൾക്കാരും ഊഹിച്ചെടുക്കുന്നത്. മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ സിന്ദൂറിന്റെ പല രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സൈനിക മേധാവികളെല്ലാം അത് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. എന്താണ് തോന്നുന്നത്? ഈ കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് പാകിസ്ഥാനെ ഒരുപാട് ചൊടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അതിലൊന്ന് ശ്രീ അജിത് ഡോവലുമായി നടത്തിയ പോഡ്കാസ്റ്റ് ഡിസ്കവറി ചാനൽ പുറത്തുവിടുന്നു. അതിനകത്ത് ഉണ്ടായ അത് പാകിസ്ഥാന് വലിയ നാണക്കേട് സംഭവിച്ചു. കാരണം അതിനകത്ത് ഡോവൽ കാര്യങ്ങൾ വിശദമായി പറയുന്നു. അപ്പോൾ അവരതിനെ പ്രതികരിച്ചത് തോറ്റവന്റെ ഗ്ലോറിഫൈ ചെയ്ത തോറ്റവർ അവരുടെ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പാണ് സെർജിയോ ഗോറിന്റെ ഒരു പ്രസ്താവന വരുന്നത്. ഈ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നു. ഈ 2 കാര്യങ്ങളും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ പറയുന്ന ഗുണ്ടകളുടെ ഒരു വിളയാട്ടത്തെ കുറിച്ച്, അതായത് ഈ ദുരന്തർ സിനിമയിൽ അങ്ങനെയാണ്, ദുരന്തർ സിനിമയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്തകൾ പാക് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ദുരന്തർ സിനിമയിലും അവര് ലക്ഷ്യം വെക്കുന്നത് ഗുണ്ടകളെ ആയിരുന്നു, ഉപയോഗിക്കപ്പെടുത്തുന്നത് ഗുണ്ടകളെയായിരുന്നു. അങ്ങനെ ഗുണ്ടകളിൽ നിന്നാണ് ഈ കഥ വരുന്നത് എന്നാണ് അതിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ദുരന്തറിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ ഷാഹിസ്ക ഫട്ടിന്റെ ഗ്യാങ്ങിനെ മുഴുവൻ അമിത്ഷാ പൊക്കിയായിരുന്നല്ലോ, അതിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 3 ദിവസം മുമ്പ് അതിനൊരു പ്രകോപനം ഉണ്ടായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പ്രകോപനം എന്ന് അറിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നു, ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുൻപിലുള്ള ബാരിക്കേഡും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ധനുഷ് പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഒരു പ്രതീകമാണ് ഹൈക്കമ്മീഷൻ ഓഫീസ്. പ്രതീകമല്ല, ഒരു രാജ്യം തന്നെയാണത് എന്ന് അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. അതിന് ഒരു വലിയ പരിഗണന എല്ലാ രാജ്യങ്ങളും ഒരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട്, ആ ഏരിയയ്ക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇസ്രായേലിന്റെ എംബസിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് 7 ഗേറ്റ് സുരക്ഷാ സംവിധാനങ്ങളാണ്. CCTV അടക്കം 7 തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്തു നിന്നാണ് അത് എടുത്തുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ കണക്കുള്ള രാജ്യത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളോട് എടുത്തു മാറ്റി കഴിയുമ്പോൾ ഇസ്ലാമാബാദിലെ നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സുരക്ഷ ഒരു ചോദ്യചിഹ്നമായും വരികയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഇന്ത്യ തെരഞ്ഞെടുത്ത സമയമാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം സെർജിയോ ഗോറിന്റെ പ്രസ്താവന വരുന്നു. പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്ക അവരുടെ പ്രതിനിധിയെ, ഇസ്ലാമാബാദിലുള്ള പാകിസ്ഥാനിലുള്ള അമേരിക്കൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുന്നു. പ്രതിഷേധം അറിയിച്ചതിന്റെ തൊട്ടു പിന്നാലെ രാത്രിയോടുകൂടി ഈ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിലുള്ള സുരക്ഷാ ബാരിക്കേഡുകള്, ഒപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ഈ ട്രാഫിക് ബോർഡുകള്, അനധികൃത നിർമ്മാണങ്ങൾ, ഇതെല്ലാം ഇവിടെ ബുൾഡോസർ വന്ന് അടിച്ചു പൊളിച്ചു കളയുന്നു. ഇതോടുകൂടി ഇതിന് സമാനമായ ഒരു നീക്കം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളുടെ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നടന്ന നീക്കങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും ഗൂഗിളിലും മറ്റും അവൈലബിൾ ആണ്. 2 കൂട്ടരും ഉദ്യോഗസ്ഥന്മാരെ പിൻവലിച്ചു, അത് കൂടാതെ തന്നെ സുരക്ഷകളെല്ലാം പിൻവലിച്ചു, ബാരിക്കേഡുകളൊക്കെ എടുത്തു നീക്കി. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാനെന്ന രീതിയിൽ നമ്മുടെ റിട്ടയർഡ് മുൻ വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ ഒരു പോഡ്കാസ്റ്റിൽ ഒന്നിട്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇതും പാകിസ്ഥാനെ ശരിക്കും ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചില്ലായിരുന്നെങ്കിൽ
ഞങ്ങൾ അടുത്ത നീക്കത്തിന് തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ അടുത്ത നീക്കം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങള് ഇനി അവരുടെ റഡാർ സംവിധാനങ്ങളെല്ലാം തകർത്തേനെ, മിസൈൽ സൈറ്റുകൾ, കമാൻഡ് സെന്ററുകൾ, അവരുടെ പ്രാഥമിക വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാം ഞങ്ങൾ തകർക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഇതുകൂടാതെ പാകിസ്ഥാന്റെ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ തകർക്കുമായിരുന്നു. അതായത് കറാച്ചി തകർക്കുമെന്ന് ലൈവിൽ നമ്മളായിരുന്നത്. കറാച്ചിയിൽ ബോംബ് വീണു, കറാച്ചി തകരും എന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. കറാച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. സ്ഥലം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് പാകിസ്ഥാനെ പാപ്പരായി തള്ളിവിടുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ അദ്ദേഹം, കാരണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്തു, 88 മണിക്കൂർ ഞങ്ങൾ അവരെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ കരുതിയത് അവർ ശക്തമായി തിരിച്ചടിക്കുമെന്ന്. അങ്ങനെ ശക്തമായി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ ഇടയില്ലാത്ത വിധം അതിതീവ്രമായ ഒരു പ്രത്യാക്രമണം നടത്താനുള്ള ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ആ ലിസ്റ്റിനകത്താണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെയും ഒപ്പം തന്നെ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെയും തകർക്കാൻ അവർ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഈ പറയുന്ന വ്യോമസേനയുടെ മുൻ വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ രസകരവും പാകിസ്ഥാനെ ഒരുപാട് നാണം കെടുത്തുന്നതുമായ ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, സുഖോയി അടക്കമുള്ള നമ്മുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ കടന്ന് ആക്രമണം നടത്തി. 22 മിനിറ്റാണ് നമ്മൾ അറ്റാക്ക് നടത്തിയത്. ആ 22 മിനിറ്റ് അറ്റാക്കിനിടയിൽ പാകിസ്ഥാൻ ഒന്ന് പ്രതിരോധിക്കാൻ പോലും മുൻപിൽ വന്നില്ല. തിരിച്ചടിക്കാൻ വന്നില്ല എന്ന് പോട്ടെ, പ്രതിരോധിക്കാൻ പോലും മുന്നിൽ വന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം, ഒരു ശത്രു വിമാനം അതിർത്തി കടന്ന് വേറൊരു രാജ്യത്തേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ റഡാറിൽ അത് പതിയുകയും അവിടെ നിന്ന് പ്രതിരോധിക്കാനുള്ള വിമാനങ്ങളും മിസൈലുകളും പറന്നുയരുകയും ചെയ്തു. പക്ഷെ 22 മിനിറ്റ് ഞങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടും അവർക്ക് തിരിച്ചടിക്കാൻ ഞങ്ങളെ പറ്റിയില്ല എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടന്നത്. ഇത് വലിയ ചർച്ചയായി മാറും. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് നിന്ന് നമുക്കറിയാം, നമ്മളിപ്പോ തന്നെ ഈ റഷ്യയുടെയും വാർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയാം, അതിർത്തി കടന്ന ഉടനെ തന്നെ ഈ വ്യോമ പ്രതിരോധ മിസൈലുകളും മറ്റും പോയിട്ട് അതിനെ തകർക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അത് സംഭവിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് 22 മിനിറ്റ് സമയം കൊടുത്തിട്ട് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല. കാരണം അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. അവിടെ ഒരു മന്ദതയിലാണ് അവര്, ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യ ആദ്യം തന്നെ ഇവരുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ജാം ചെയ്തിരുന്നു എന്നാണ്. അതായത് ഈ റഡാറുകളും മറ്റുള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണത്തെ തിരിച്ചറിയാൻ ഇവർക്ക് പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് ഇന്ത്യൻ വിമാനങ്ങളെല്ലാം തിരിച്ചെത്തി കഴിയുമ്പോഴാണ് ഇവര് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നത്. അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് എത്തിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഈ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റുന്നു, തിരിച്ചടി ഇന്ത്യയിൽ കൊടുക്കുന്നു ഇന്ത്യ. അതിനുശേഷം സെർജിയോ ഗോറിന്റെ പ്രസ്താവന വരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ മുൻ ചീഫ് മാർഷലിന്റെ ഒരു പോഡ്കാസ്റ്റിംഗ് വരുന്നു. അദ്ദേഹം അതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു യുദ്ധസമാനമായ സാഹചര്യം, അതായത് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഏത് നിമിഷവും ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങളായിട്ട് തന്നെ നമുക്ക് കാണണം. ഒന്ന് പ്രത്യക്ഷത്തിൽ നടത്തുന്ന നീക്കം, മറ്റൊന്ന് ഇത് കണക്കുള്ള വാചോടോപങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയാനായിട്ട് ഒരു ജയമുണ്ട്, പാകിസ്ഥാനിൽ മേൽ നേടിയ ഒരു ജയമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ജയമുണ്ട്. അപ്പോൾ മുമ്പ് പാകിസ്ഥാൻ ഗീർവാണം മുഴക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളെ തൊട്ടാ, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും തീർത്ത് കളയുമെന്ന്. ഇന്നിപ്പോ അങ്ങനല്ല. ഇന്ത്യക്ക് പറയാനായിട്ടൊരു തെളിവുണ്ട്. ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തിരുന്നു, അവരെ തകർത്തിരുന്നു, അവർ കാല് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരെ ഞങ്ങൾ മൊത്തം തകർത്ത് കളയുമായിരുന്നു എന്ന് പറയത്തക്ക തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ചീഫ് മാർഷലൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് റിട്ടയർഡ് ആണെങ്കിൽ പോലും എവിടെങ്കിലും ഒരു പെർമിഷൻ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമായിരിക്കാം. ഏതായാലും വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന് നേർക്ക് ഒരു സംയുക്തമായ രീതിയിൽ അതിന് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പരോക്ഷ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതായത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്നതോടുകൂടി ആ ലോക രാജ്യങ്ങൾക്കിടയിൽ ഈ POK വിഷയത്തിന് ഇന്ത്യക്ക് ഒരു വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇത് മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. മുമ്പൊക്കെ POKയ്ക്കൊപ്പം കാശ്മീരിനൊപ്പം പാകിസ്ഥാനൊപ്പം രഹസ്യമായും പരസ്യമായും നിൽക്കുന്ന രാജ്യങ്ങളെ ആണെങ്കിൽ ഇന്നിപ്പോ യൂറോപ്യൻ രാജ്യങ്ങളടക്കം കുറച്ചധികം രാജ്യങ്ങളടക്കം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറയാനായിട്ട് മുൻപോട്ട് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്ത് കരുതിയിട്ട് നാളെ യുദ്ധം ഉണ്ടാകുമോ മറ്റന്നാൾ യുദ്ധം ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ സംഘർഷം വളരെ കനത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.